ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ഫുഡീസ് കോർണറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ചന മസാല എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ചധികം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. താഴെ ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഈ ചിക്ക് പീസ് നമുക്കൊന്ന് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ചിക്ക് പീസ് ഒരു 10 മണിക്കൂർ കൂടുതൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഞാനിത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ച ചിക്ക് പീസാണ്. ഈ ചിക്ക് പീസ് നമ്മൾ വെറുതെ വേവിച്ച് കഴിഞ്ഞാൽ അത് ഈവനായിട്ട് നമുക്ക് ഉള്ളിൽ വെന്ത് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ചിക്ക് പീസ് വേവിക്കുമ്പോൾ ഇതിലേക്ക് ഒരു ടീ ബാഗും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞളും സ്പൈസസും ചേർക്കാം. ഈ സ്പൈസസ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഏലക്ക, തക്കോലം, പട്ട, ഗ്രാമ്പൂ. പിന്നെ ഈ കുക്കർ ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടുതലായി കഴിയുമ്പോൾ ഇത് കടല വെന്ത് ഉടഞ്ഞു പോവും. പിന്നെ വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ പ്രഷറും റിലീസ് ചെയ്ത് വെക്കണം. ഒരു സ്പൂണോ എന്തെങ്കിലും ഇട്ടിട്ട് കുക്കറിൻ്റെ പ്രഷർ റിലീസ് ചെയ്ത് വെച്ചാൽ മതി. എനിക്ക് ചിക്ക് പീസ് കുറേ തവണ ചെയ്തപ്പോൾ ഈ ഒരു പാകമാണ് ചന മസാലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെയാണ്, ഒരു വിസിൽ വന്നു കഴിഞ്ഞ് അപ്പം തന്നെ പ്രഷർ റിലീസ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അത് പാകത്തിന് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്ക് പീസ് വെന്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ടീ ബാഗ് മാറ്റാം. പിന്നെ ഈ വെള്ളവും നമുക്കങ്ങ് മാറ്റാം. ഈ വെള്ളത്തിനൊരു ചവർപ്പുണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്ക് പീസ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചന മസാലയുടെ ഗ്രേവി ഉണ്ടാക്കാം. പിന്നെ പാനിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ബാക്കിയുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു. നേരത്തെ ഇട്ട സ്പൈസസ് ഒക്കെ തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചന മസാലയുടെ പൗഡർ ഇടുമ്പോൾ അതിൽ ഡ്രൈ മാംഗോ പൗഡറും പൊമോഗ്രാനൈറ്റ് പൗഡറൊക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് അവസാനം വേണേൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. സവാള റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് ടൊമാറ്റോ പേസ്റ്റും യോഗോട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. യോഗോട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കറിയിലത് കട്ട കെട്ടി കിടക്കില്ല. അപ്പോൾ നമ്മുടെ സവാള പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. പൊടിയുടെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തക്കാളിയുടെ പേസ്റ്റും യോഗോട്ടും ഉള്ള മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാല നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചന മസാലയുടെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 3 ടേബിൾ സ്പൂണാണ് പൗഡർ എടുത്ത് വെച്ച്, അതിൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് നമുക്ക് എങ്ങനെയാണോ അത് ആ പാകത്തിന് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വരും. നമ്മുടെ പാകത്തിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. അത് പൊടിച്ചിടുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി ആദ്യം പൊടിക്കുന്നതിന് മുന്നേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചന ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാവാൻ വയ്ക്കാം. ഈ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ ചന മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അധികം കരിഞ്ഞു പോരുത്. ചെറിയ ചൂടിൽ ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്നിത് മിക്സായി എന്ന് കാണുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നമ്മുടെ ചന മസാലയുടെ ഗ്രേവി നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കടല ഉടഞ്ഞു പോകാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ ചന മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചൂടോടെ ഇതൊന്ന് സെർവ് ചെയ്യാം. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.